വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ തവ ഫ്രൈ ചെയ്താലോ? ഇതിൻ്റെ കുക്കിങ്ങിലും അതുപോലെ മസാലയിലൊക്കെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒക്കെ കറക്റ്റ് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂണിന് താഴെയായിട്ട് നമുക്ക് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമ്മളിതാ നമ്മുടെ ചിക്കനിൽ പൊടികളൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയല്ല കേട്ടോ ഒഴിച്ചത്. ഇനി നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്കാവണം. ചിക്കൻ വേവിക്കുമ്പോൾ ഈ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ, അതിങ്ങനെ ഉലർന്നു വരാൻ പാടില്ല കേട്ടോ. ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ടാവും. 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. ചിക്കൻ ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മസാലയും വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കുമ്പോൾ മുളക് പൊടി ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു അല്പം ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്താലും മതി കേട്ടോ. ഞാനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഒരു 1/4 ടീസ്പൂണിന് മുകളിലായിട്ട് ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം കേട്ടോ ഇതൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ബ്ലാക്ക് സോൾട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ ഒരു റെസിപ്പിയിൽ കാണിച്ചിരുന്നു. നമ്മൾ ഈ ഒരു ചാട്ട് മസാലയും ബ്ലാക്ക് സോൾട്ടും ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫ്രൈക്കൊക്കെ ഒരു തന്തൂറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ, അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഒക്കെ കിട്ടും. നമ്മുടെ ഈ മസാല നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് ഈ മസാല ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഈ ഒരു മസാല തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കനിലോട്ട് നല്ലതുപോലെ വരങ്ങിടണം എന്ന് പറഞ്ഞത്. മാത്രമല്ല, ചിക്കൻ വേവിച്ചെടുത്തത് കൊണ്ട് ചിക്കൻ്റെ മീറ്റൊക്കെ ഉള്ളിലൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും. ഇതിപ്പോൾ ഇതുപോലെ വലിയ പീസസ് മാത്രമല്ല കേട്ടോ, ചെറിയ പീസസ് ആയിട്ട് നമുക്ക് തലേ ദിവസം തന്നെ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മസാല പുരട്ടി ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കാര്യം തീരുകയും ചെയ്യും. ഇനി ഇത് നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയോ അതല്ലെങ്കിൽ ഷാലോ ഫ്രൈ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിലെ മീറ്റ് കുക്കായിട്ടുണ്ട്, അതുപോലെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. മാത്രമല്ല, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് തവയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ മീറ്റിലെ ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കും മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.